ഞാനിന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അനുഭവം വന്നിട്ടുള്ള ശിവസ്തോത്രമാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ദാരിദ്ര്യം, കടം, രോഗങ്ങൾ ഇതൊക്കെ മാറാനുള്ളതാണ്. അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 200-ൽ നിന്ന് എപ്പോഴും അനങ്ങാതെ കിടക്കുവാണ്. അപ്പോൾ നല്ല വ്യൂവേഴ്സൊക്കെ കിട്ടി. കഴിഞ്ഞ വീഡിയോന് 3000-ന് മേലെ 4000 അടുത്ത് വ്യൂവേഴ്സൊക്കെ കിട്ടി. പക്ഷേ അവരാരും സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ എഡിറ്റിംഗ് ആപ്പൊന്നും ഉപയോഗിക്കണില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളതുപോലെ അത്ര നന്നാവില്ല. കാരണം ഞാൻ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെയൊക്കെ അറിവുകൾ, ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ ഞാൻ കൂടുതൽ ഡെക്കറേഷനൊന്നും നോക്കാറില്ല. എന്നാലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ശിവസ്തോത്രത്തെ പറ്റി പറഞ്ഞത് ദാരിദ്ര്യദഹന ശിവസ്തോത്രമാണ്. അതായത് വിശ്വേശ്വരായ നരകാർണവതാരണായ തുടങ്ങുന്നൊരു ശിവസ്തോത്രമാണ്. അപ്പോൾ നിങ്ങൾക്കത് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ദാരിദ്ര്യദഹന ശിവസ്തോത്രം എന്നടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ചൊല്ലേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കുലദേവതകളെ പ്രാർത്ഥിക്കുക നന്നായിട്ട്. പിന്നെ ഗണപതിയുടെ എന്തെങ്കിലും സ്തുതി ചൊല്ലുക. ഏകദന്തം മഹാകായോ അല്ലെങ്കിൽ വക്രതുണ്ട മഹാകായോ ഇതിലേതെങ്കിലും ഒരു സ്തുതി ചൊല്ലുക. പിന്നെ പാർവതി ദേവിയുടെ സർവമംഗളമംഗല്യേ എന്ന സ്തുതി ഈ സ്തുതികളൊക്കെ ഒരു തവണ വീതം ചൊല്ലിയാൽ മതി. ശേഷം സ്തോത്രം 3 തവണ ചൊല്ലുക. രാവിലെയും വൈകിട്ട് ആവർത്തിക്കണം. ഒരു തിങ്കളാഴ്ച ജപം തുടങ്ങിയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും. അതേപോലെ സാമ്പത്തിക വർധനവുണ്ടാവും. നിങ്ങളുടെ കടങ്ങൾ മാറും. നിങ്ങളുടെ ദാരിദ്ര്യം മാറും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദാരിദ്ര്യത്തെ ദഹിപ്പിച്ച് കളയും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരിത്, നിങ്ങളുടെ രോഗങ്ങൾ മാറും. കുടുംബത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ രോഗദുരിതങ്ങളൊക്കെ മാറും. പിന്നെ പുത്രപൗത്ര പ്രവർത്തനം ഉണ്ടാവുമെന്ന് ഫലശ്രുതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരുപാട് പേർക്ക് അനുഭവം വന്നിട്ടുള്ളൊരു സ്തോത്രമാണ്. അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ടൊക്കെ ഇത് ചൊല്ലുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും. അതുപോലെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 നേരം നിങ്ങൾ അതേ രീതിയിൽ തന്നെ തുടർന്നാൽ അതുവരെ ഉണ്ടാകുന്ന നിങ്ങൾക്കുള്ള മാറ്റം നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവിച്ചറിയാൻ പറ്റും. പിന്നെ 2026 സൂര്യൻ്റെ വർഷമാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. അപ്പോൾ ശിവാരാധന നല്ലതാണെന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നിങ്ങളത് ഈ സ്തോത്രം അതിനുവേണ്ടി തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം കുടുംബ ഐശ്വര്യത്തിന് പേര് കേട്ട സ്തോത്രമാണിത്. അപ്പോൾ ഇതിൻ്റെ ഫലം നിങ്ങൾ നന്നായിട്ട് അനുഭവിച്ച് തന്നെ അറിയുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.